Hi everyone, welcome to English with Jo YouTube channel. Day 19 ഡെയിലി ലൈഫിൽ കൂടുതലായും ഉപയോഗിക്കുന്ന മോഡൽ ഓക്സിലറി വെർബ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് ഈ മോഡൽ ഓക്സിലറി വെർബ്സ് നോക്കാം. ക്യാൻ, കുഡ്, ഷുഡ്, വുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. ഇതിൽ ക്യാൻ, കുഡ് ഇവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഡേ 18 വീഡിയോയിൽ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ റിമൈനിങ് ഉള്ള മോഡൽ ഓക്സിലറി വെർബ്സ് ഷുഡ്, വുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ഇതെല്ലാം ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ സെന്റൻസിൽ എങ്ങനെ ഉപയോഗിക്കാം, ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം, ഇതെല്ലാം ഡീറ്റെയിൽ ആയി പഠിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനായി മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലെസൺ. ഡേ 18 ക്യാൻ, കുഡ്. അതിൽ ഉപയോഗിച്ച സെയിം റൂളാണ് ഇവിടെയും. സബ്ജക്റ്റ് പ്ലസ് മോഡൽ ഓക്സിലറി വെർബ് പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ്. എല്ലാ സബ്ജക്റ്റിനൊപ്പവും മോഡൽ ഓക്സിലറി വെർബ് ഉപയോഗിക്കാം. ആദ്യം ഷുഡ് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. ഒരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ ഷുഡ് ഉപയോഗിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, യു ഷുഡ് ഫിനിഷ് യുവർ ഹോംവർക്ക്. നീ നിൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കണം. വി ഷുഡ് ഹെൽപ്പ് ഹർ. ഞങ്ങൾ അവളെ സഹായിക്കണം. ഹി ഷുഡ് ഗോ നൗ. അവൻ ഇപ്പോൾ പോകണം. ദേ ഷുഡ് ഗോ നൗ. അവർ ഇപ്പോൾ പോകണം. യു ഷുഡ് ഫോളോ ദ ട്രാഫിക് റൂൾസ്. നിങ്ങൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം. ഇങ്ങനെ ഒരു കാര്യം നിർദ്ദേശിക്കുമ്പോൾ ഷുഡ് ഉപയോഗിച്ച് സംസാരിക്കാം. നെക്സ്റ്റ്, ഷുഡ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് നോക്കാം. ഷുഡ് ഐ ഗോ ദർ? ഞാൻ അവിടെ പോകണോ? ഷുഡ് ഐ ഗോ ദർ? ഷുഡ് ഐ കോൾ ഹർ? ഞാൻ അവളെ വിളിക്കണോ? ഷുഡ് ഐ ഡു ദിസ്? ഞാനിത് ചെയ്യണോ? ഷുഡ് ഐ ഡു ദിസ്? ഷുഡ് ഐ സ്റ്റാർട്ട് എ ബിസിനസ്? ഞാൻ ഒരു ബിസിനസ് തുടങ്ങണോ? ഇങ്ങനെ ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉപദേശം തേടുമ്പോഴെല്ലാം ഷുഡ് ഉപയോഗിച്ച് ചോദിക്കാം. ഇത് കൂടാതെ ഷുഡ് ഉപയോഗിച്ച് WH ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. വൈ ഷുഡ് ഐ ഗോ ദർ? ഞാൻ എന്തിന് അവിടെ പോകണം? വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യണം? വാട്ട് ഷുഡ് ഐ ഡു? നെക്സ്റ്റ്, മസ്റ്റ് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. ഒരു കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണം, വേറെ ഓപ്ഷൻ ഇല്ല എന്ന് സ്ട്രോങ് ആയി പറയുന്നിടത്ത് മസ്റ്റ് ഉപയോഗിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, ഷീ മസ്റ്റ് ലേൺ ടു ഡ്രൈവ്. അവൾ ഡ്രൈവിംഗ് പഠിക്കണം. യു മസ്റ്റ് ആൻസർ അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരം നൽകിയിരിക്കണം. യു മസ്റ്റ് അറ്റൻഡ് ദ മീറ്റിംഗ്. നിങ്ങൾ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. കമ്പനിയുടെ റൂൾസ് അനുസരിച്ച് നിങ്ങൾ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. ഇങ്ങനെ ഒരു നിർബന്ധമായും ചെയ്തിരിക്കേണ്ട റൂൾസ് പറയുമ്പോൾ മസ്റ്റ് ഉപയോഗിച്ച് പറയാം. നെക്സ്റ്റ്, മേ, മൈറ്റ് എവിടെ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാം. ഇവ രണ്ടും ഒരു സാധ്യതയെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. 50% സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് മേ ഉപയോഗിച്ച് സംസാരിക്കാം. എന്നാൽ ഒരു കാര്യം നടക്കാനുള്ള സാധ്യത അതിലും കുറവാണെങ്കിൽ മൈറ്റ് ഉപയോഗിച്ച് സംസാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഹി മേ കം ടുമോറോ. അവൻ നാളെ വന്നേക്കാം. ഹി മൈറ്റ് കം ടുമോറോ. അവൻ നാളെ വന്നേക്കാം എന്ന് തന്നെയാണ് ഇതിൻ്റെയും അർത്ഥം. പക്ഷേ പോസിബിലിറ്റി കുറവാണെങ്കിൽ ഇങ്ങനെ പറയാം. ഷീ മേ ഗെറ്റ് ദ ജോബ്. അവൾക്ക് ജോലി കിട്ടിയേക്കാം. എന്നാൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിൽ ഷീ മൈറ്റ് ഗെറ്റ് ദ ജോബ് എന്ന് പറയാം. നെക്സ്റ്റ്, മേ ഉപയോഗിച്ച് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് പഠിക്കാം. എവിടെയാണ് മേ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്? പൊളൈറ്റായി പെർമിഷൻ ചോദിക്കുമ്പോൾ. മേ ഐ ലീവ് ഏർലി? ഞാൻ നേരത്തെ പോകട്ടെ. മേ ഐ കം വിത്ത് യു? ഞാൻ നിൻ്റെ കൂടെ വരട്ടെ. മേ ഐ കം വിത്ത് യു? മേ ഐ യൂസ് യുവർ ഫോൺ? ഞാൻ നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കട്ടെ. നെക്സ്റ്റ്, വുഡ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കാം. നമ്മൾ ഒരു ആഗ്രഹം എക്സ്പ്രസ് ചെയ്യാനായി ഐ വുഡ് ലൈക്ക് ടു എന്നുള്ള ഫ്രേസ് ഉപയോഗിച്ച് സംസാരിക്കാം. ഐ വുഡ് ലൈക്ക് ടു സീ യു. ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് വിത്ത് ഹർ. ഞാൻ അവളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യു ടു മൈ വെഡ്ഡിങ്. എൻ്റെ വിവാഹത്തിന് നിങ്ങളെ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യു ടു മൈ വെഡ്ഡിങ്. എന്നാൽ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കാനായി വുഡ് യു ലൈക്ക് ടു എന്ന ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ ചോദിക്കാം. വുഡ് യു ലൈക്ക് ടു ഗോ ദർ? നിങ്ങൾക്ക് അവിടെ പോകാൻ ആഗ്രഹമുണ്ടോ? വുഡ് യു ലൈക്ക് ടു ടോക്ക് വിത്ത് ഹർ? നിങ്ങൾക്ക് അവളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ? വുഡ് യു ലൈക്ക് ടു ഇൻവൈറ്റ് ഹിം?
നിനക്ക് അവനെ ക്ഷണിക്കാൻ ആഗ്രഹമുണ്ടോ? ഇത് കൂടാതെ WH ക്വസ്റ്റ്യനിൽ എങ്ങനെ വുഡ് ഉപയോഗിച്ച് ചോദിക്കാം എന്ന് നോക്കാം. വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ് ഫോർ ഡിന്നർ? നിങ്ങൾ അത്താഴത്തിന് എന്താണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? ഹൗ വുഡ് യു സോൾവ് ദ പ്രോബ്ലം? നിങ്ങൾ എങ്ങനെ പ്രശ്നം പരിഹരിക്കും? ഹൗ വുഡ് യു സോൾവ് ദ പ്രോബ്ലം? വേർ വുഡ് യു ലൈക്ക് ടു ഗോ ഓൺ വെക്കേഷൻ? അവധിക്കാലം വരുമ്പോൾ നിങ്ങൾ എവിടെയാണ് പോകാൻ ആഗ്രഹിക്കുന്നത്? ഇത് കൂടാതെ വുഡ് എവിടേക്ക് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഈ മോഡൽ ഓക്സിലറി വേർബ്സിൽ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെ പറയാം എന്ന് മനസ്സിലാക്കാം. ഐ വുഡിൻ ലൈക്ക് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. വുഡിൻറ്റ് എന്നത് ഇവിടെ വുഡ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹി ഷുഡിൻ ഗോ നൗ. അവൻ ഇപ്പോൾ പോകേണ്ടതില്ല. ഇറ്റ് മേ നോട്ട് റെയിൻ ടുമോറോ. നാളെ മഴ പെയ്തേക്കില്ല. എന്നാൽ നാളെ മഴ പെയ്തേക്കാം എന്ന് പറയുമ്പോൾ ഇറ്റ് മേ റെയിൻ ടുമോറോ എന്നാണ് പറയുന്നത്. ഷീ മൈറ്റ് നോട്ട് അറ്റൻഡ് ദ പാർട്ടി. അവൾ പാർട്ടിയിൽ പങ്കെടുത്തേക്കില്ല. അപ്പോൾ നമ്മൾ 30 days ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഓരോ ലെസനും മനസ്സിലാക്കുന്നതിനോടൊപ്പം നന്നായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസിയായി കോൺഫിഡൻസോടുകൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഇതുപോലെ കുറേ സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കുക. പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. Day 19 ലെസൺ യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇതുപോലെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോയ് യൂട്യൂബ് ചാനൽ. താങ്ക് യു.